ഹായ് ഫ്രണ്ട്സ്, ഓണത്തിന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പായസമാണ് ഇൻസ്റ്റൻറ്റ് സേമിയ മാങ്ങ പായസം. ദിസ് ഈസ് ഐശ്വര്യ. വെൽക്കം ടു ടേസ്റ്റ് വിത്ത് ഐസ്. ആദ്യമായി ഒരു പാത്രം വയ്ക്കാം. അതിലേക്ക് 2.5 ഗ്ലാസ് പാല് ചേർക്കാം. കൂടെ തന്നെ 1 ഗ്ലാസ് വെള്ളം. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. പാല് നന്നായി ചൂടായി വരണം, തിളയ്ക്കാൻ പാടില്ല. ചൂടായി വരുന്ന സമയം ഇൻസ്റ്റൻറ്റ് സേമിയ മിക്സിൽ 200 ഗ്രാം വരുന്ന ഒരു പാക്കറ്റ് ഫുള്ള് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 20 മുതൽ 25 മിനിറ്റ് വരെ സമയമെടുക്കും ഒന്ന് വെന്ത് വരാനായിട്ട്. നല്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേവിച്ചെടുത്താൽ മതി. തിളച്ചു പോകാതെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേണം വേവിച്ചെടുക്കാനായിട്ട്. നന്നായി വെന്ത് വരുന്ന സമയം നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതുകൂടെ ഉണ്ടെങ്കിൽ നന്നായി ഒരു ടേസ്റ്റ് നല്ലതായിരിക്കും പായസത്തിന്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമായ കാഷ്യൂ ഒക്കെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യമായ കാഷ്യൂ ചേർത്ത് ആദ്യം വറുത്ത് കോരി മാറ്റാം. അതിനുശേഷം കിസ്മിസ് കൂടെ ചേർത്ത് അതും വറുത്ത് കോരി മാറ്റിയെടുക്കാം. ഇനി വേവിച്ച് വെച്ചിരുന്ന പായസത്തിലേക്ക് ആദ്യം 1/2 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് കോരിയ കാഷ്യൂവും കിസ്മിസും ചേർത്ത് വെച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മാമ്പഴം ഞാൻ നന്നായി മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അതുകൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നന്നായി പഴുത്ത മധുരമുള്ള മാമ്പഴം എടുക്കണം. ഇനി നന്നായി ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ യോജിച്ച് വരണം. പായസം തിളച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് ചേർക്കരുത്, നന്നായി കട്ട പിടിച്ചു പോകും പായസം. ഇനി ഞാൻ കുറച്ച് മാമ്പഴം കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് പീസസ് കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാമ്പഴം കടിക്കുന്ന ഒരു ടേസ്റ്റ് കൂടെ നമുക്ക് കിട്ടും. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. മാമ്പഴവും സേമിയയും എല്ലാം നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല കുറുകിയ ഇൻസ്റ്റൻറ്റ് സേമിയ മാമ്പഴ പായസം തയ്യാറായി കഴിഞ്ഞു. ഇത്തവണ ഓണത്തിന് പെട്ടെന്ന് വെറൈറ്റിയായി തയ്യാറാക്കാൻ പറ്റിയ ഒരു പായസമാണ് ഇത്. ചൂടോടെയും തണുപ്പിച്ചും കഴിക്കാം. വളരെ രുചികരമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കൂ, അഭിപ്രായം അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബായ്.